ഇന്ന് നമ്മുടെ അമേരിക്കയിൽ ആദ്യമായിട്ടാണ് കമ്മ്യൂണിറ്റി ബേസിലെ ബ്രിഡ്ജ് വാട്ടറിൽ അനിൽ പുത്തഞ്ചിറയുടെ വീട്ടിൽ വെച്ച് റംസാൻ മാസത്തിൽ ഇഫ്താർ ചടങ്ങ് ഡിന്നർ ഇന്ന് ഇവിടെ നടക്കുകയാണ്. ധാരാളം കമ്മ്യൂണിറ്റിയിലെ ആളുകളെല്ലാം ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇത് നാട്ടിലാണെങ്കിൽ ഇപ്പോൾ അബുദാബിയിൽ ഇന്നലെ ടെമ്പിളിൽ വെച്ചായിരുന്നു ഇഫ്താർ ആഘോഷം നടത്തിയത്. ഇത് ഒരു മത സൗഹാർദ്ദത്തിൻ്റെ തുടക്കമായിട്ട് ആണ് നമ്മൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ 40-45 വർഷം മുമ്പ് അമേരിക്കയിലൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ റംസാൻ മാസങ്ങളിൽ രാവിലെയും ഇഫ്താർ ഡിന്നർ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഒത്തൊരുമിച്ച് കൂടിക്കൊണ്ടിരുന്നതാണ്. ആദ്യമായിട്ടാണ് ലാസ്റ്റ് ഇയറിലും ഈ വർഷവും ഇങ്ങനെയൊരു ഇഫ്താർ ചടങ്ങ് അമേരിക്കയിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇവിടെ അനിൽ പുത്തഞ്ചിറയുടെ വീട്ടിൽ വെച്ചാണെന്ന് ഇത് നടക്കുന്നത്. അദ്ദേഹം ഇതിനു വേണ്ടി എല്ലാ കമ്മ്യൂണിറ്റി ഒഫീഷ്യൽ എല്ലാ ആളുകളെയും വിളിച്ചിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും ഫൊക്കാനയുടെ പേരിലും കേരള ടൈംസിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പ്രിയ സുഹൃത്തു കൂടിയായ അനിൽ പുത്തഞ്ചിറയുടെ വസതിക്ക് മുൻപിലാണ്. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ അനിൽ പുത്തഞ്ചിറ ഫാമിലി ഒരു ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ മലയാളികൾക്കിടയിൽ ഒരു മാതൃകാപരമായി കൊണ്ടാടുന്ന ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു സംഗമ വേളയായിട്ട് ഇന്ന് ഞാൻ ഈ ഇഫ്താർ വിരുന്നിനെ കാണുന്നു. ഈ ഇഫ്താർ വിരുന്നിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട പുത്തഞ്ചേരി അനിൽ പുത്തഞ്ചിറ ഫാമിലിയോടുള്ള നന്ദി സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു. ക്രിസ്തുമതം സ്നേഹമാണ്, ഹിന്ദുമതം സമാധാനമാണ്, ഇസ്ലാം മതം സാഹോദര്യമാണ് എന്നാണ് പറയാറ്. ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ റമസാൻ ആഘോഷിക്കുന്ന ഈ സമയത്ത് അവരോടൊപ്പം നോയമ്പ് മുറിക്കാൻ നിങ്ങളെല്ലാവരും കൂടിയതിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സിനിമ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഇഫ്താർ ആഘോഷിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി ഈ നമ്മളുടെ മുസ്ലിം സഹോദരങ്ങൾക്ക്, അത് നമ്മൾ എന്തുമായിക്കോട്ടെ, ക്രിസ്ത്യൻ വിശ്വാസികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളായിക്കോട്ടെ, അല്ലെങ്കിൽ അവിശ്വാസികളായിക്കോട്ടെ, നമ്മൾ അവർക്ക് ഒരു ഇഫ്താർ കൊടുക്കുകയാണെങ്കിൽ അത് അമേരിക്കൻ മലയാളികളുടെ ഇടയിലെ ഒരു ചരിത്രമാവും. ഇനി ആർക്കും അടുത്ത കൊല്ലം ഒരു ഇഫ്താർ ചെയ്യാൻ അവർക്കൊരു പ്രേരകമാകുന്ന, അവർക്ക് ഒരു ധൈര്യം കൊടുക്കുന്ന ചരിത്രം. ഇഫ്താർ എന്ന് പറയുന്നത് സ്നേഹത്തോടെ നമ്മൾ ഒരുമിച്ച് ചേരുന്ന ഒരു വിരുന്നാണ്. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും ഇഫ്താർ ആശംസകൾ നേരുന്നു. മേ ദിസ് റംദാൻ ബി ബ്ലെസ്ഡ് ഫോർ എവ്രി വൺ ആൻഡ് ഓൾ അവർ കമ്മ്യൂണിറ്റി. താങ്ക് യു. رمضان كريم شهر الخير، نفحات تضيء المنازل، الأنفاس تبدو مختلفة والقلوب في حب تسائل.
എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഇഫ്താർ ആശംസകൾ. ഞാൻ സ്വപ്ന രാജേഷ്, കാഞ്ചിൻ്റെ ഇക്കൊല്ലത്തെ ട്രസ്റ്റി ബോർഡ് ചെയർപേഴ്സണാണ്. ആൻഡ് ഏറ്റവും കൂടുതൽ അനിൽ പുത്തഞ്ചേറിൻ്റെയും ഫാമിലീൻ്റെയും നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവിടെ നമ്മളിന്ന് വൈകുന്നേരം കൂടിയിട്ടുള്ളത് എല്ലാവരുടെയും ഒപ്പം, നമ്മളുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും ഒപ്പം നമ്മളുടെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാനും ഇഫ്താർ സെലിബ്രേറ്റ് ചെയ്യാനും കൂടിയാണ്. ഇങ്ങനെ ഒരു സായാഹ്നം ഒരുക്കി തന്നതിന്, അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയ പുത്തഞ്ചിറ ഫാമിലിനോട് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകടിപ്പിക്കാണ്ട് പറ്റില്ല. ബിക്കോസ് നമ്മളെപ്പോഴും അവരിങ്ങോട്ട് നമുക്ക് കുറേ പാർട്ടീസ് വന്നിട്ട് പോയിട്ടുണ്ട്, നമ്മളെല്ലാവരും കൂടി ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു ഈവനിങ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായതിൻ്റെ റീസൺ അനിലിൻ്റെ ആ ഒരു നല്ല മനസ്സും, ഇങ്ങനെ നമ്മളെല്ലാവർക്കും കൂടിയിട്ട് അവർക്കൊരു ഇഫ്താർ ഈവനിങ് ഒരുക്കാൻ പറ്റിയതിനും ഇങ്ങനൊരു ബ്ലെസ്സഡ് ഈവനിങ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടായതിനും ഒരുപാട് സന്തോഷമുണ്ട്. ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ബ്ലെസ്സഡ് ഈവനിങ്. നോർത്ത് അമേരിക്കയിലെയും ലോകമാകമാനമുള്ള എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും റംദാൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ പേര് സജിമോൻ ആൻ്റണി. ന്യൂജേഴ്സിയിൽ, പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിൽ, ഇവിടെ എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ ശ്രീ അനിൽ പുത്തഞ്ചേരിയുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടിയിരിക്കുന്നത്. അവിടെ ഫൊക്കാന വേൾഡ് മലയാളി, ഇവിടെയുള്ള ലോക്കൽ അസോസിയേഷനുള്ള എല്ലാവരുമുണ്ട്. സോ എല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. താങ്ക് യു. പക്ഷേ ഇതൊരു തുടക്കമാകട്ടെ. ഇത് മറ്റുള്ള ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും മാതൃകയായിട്ട് മാറും. ഡെഫിനറ്റ്ലി 100%. അത്രേ പറയാനുള്ളൂ. മുബാറക് ആയില്ല, അഡ്വാൻസ്. താങ്ക് യു. ആദ്യമായി ന്യൂജേഴ്സി മലയാളികൾക്ക് റംസാൻ ആശംസകൾ. ഇന്നത്തെ ഇവിടെ ഒരു ഇൻ്റർഫെയ്ത്ത് ഇഫ്താറാണ്. ന്യൂജേഴ്സി മലയാളികളുടെ കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരു ഇൻ്റർഫെയ്ത്ത് ഇഫ്താർ ബ്രിഡ്ജ് വാട്ടറിൽ ഇന്ന് നടക്കുകയാണ്. കഴിഞ്ഞ വർഷം വളരെ വിപുലമായിട്ട് നടന്നുകൊണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ കൂട്ടാം. ഇത് ന്യൂജേഴ്സി മലയാളികളുടെ എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളിച്ച് വളരെ ഭംഗിയായിട്ട് വളരെ മികച്ച രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് ഈ പ്രോഗ്രാമിന് ഇത്രയും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള അനിൽ പുത്തഞ്ചേരിക്കും ഫാമിലിക്കും ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ. ഒരിക്കൽ കൂടി ന്യൂജേഴ്സിയിലെ എല്ലാ മലയാളികൾക്കും റംസാൻ ആശംസകൾ നേരുന്നു. താങ്ക് യു. ഞങ്ങൾ വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഇഫ്താർ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നത്. ഞങ്ങൾ ഡൽഹിയിലായിരുന്നു വളരെ വർഷങ്ങളോളം. ഡൽഹിയിൽ വെച്ച് എല്ലാ വർഷവും ഞങ്ങൾ റമദാൻ ആഘോഷിക്കുകയും ഞങ്ങൾ ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സ് അവിടെയുണ്ട്. അവിടെ ഇഫ്താർ പാർട്ടി ഞങ്ങൾ ധാരാളമായിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾക്ക് അതിനുള്ള അവസരം ഇപ്പോൾ കിട്ടി. നമ്മുടെ അനിൽ പുത്തഞ്ചിറയും റീനയും എല്ലാം കൂടെ ഇത് വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തു. എല്ലാവിധ കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെയും ഇവിടെ എത്തിച്ചു. നല്ല ഒരു പാർട്ടിയായിട്ട് ഞങ്ങൾക്ക് ഇത് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. നമസ്കാരം. നമ്മളിവിടെ ഇന്ന് അനിൽ പുത്തഞ്ചേരിയുടെ വീട്ടിൽ ഒരു നോമ്പ് തുറക്ക് വേണ്ടി കൂടിയിരിക്കുകയാണ്. ഇത് ന്യൂജേഴ്സിയിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളൊരു ഫാമിലി പോലെയാണ്. നാനാമതസ്ഥർ ഈ ഒരു നല്ലൊരു വേളയിൽ ഇങ്ങനൊരു നോമ്പ് തുറയ്ക്ക് കൂടി ഇവിടുത്തെ എല്ലാ മേജർ അസോസിയേഷനിലെ റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ട് ഇവിടെ. ഇതൊരു വളരെ മനോഹരമായ ഒരു മതസൗഹാർദ്ദ സദസ്സാക്കി തന്നതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അനിൽ പുത്തഞ്ചേരിയും ബാക്കിയുള്ള എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. റമദാൻ കരീം എവരിവൺ. ഇന്ന് നമ്മൾ മിസ്റ്റർ അനിൽ പുത്തഞ്ചേരിയുടെ വീട്ടിൽ ഇഫ്താറുമായിട്ട് ബന്ധപ്പെട്ട് ഇഫ്താറിന് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. അതിന് എല്ലാവർക്കും ആശംസകൾ. അനിൽ പുത്തഞ്ചേരിയും അവരുടെ ഫാമിലിക്കും അവരുടെ ഫ്രണ്ട്സിനുമൊക്കെ ബിഗ് താങ്ക് യു ടു ഡു ദിസ് ആൻഡ് താങ്ക് യു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഇഫ്താർ ആശംസകൾ. ഇന്നത്തെ ഈവനിങ്ങിൻ്റെ പരിപാടികൾ തുടങ്ങുന്നതിൻ്റെ മുൻപ് നമ്മളുടെ എല്ലാവരെയും ഇവിടെ വെൽക്കം ചെയ്യാനായിട്ട് നമ്മുടെ ഹോസ്റ്റിനെ വിളിക്കാം.
അനിലിനോട് ഇത് എൻ്റെ അടുത്ത് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പറയരുതെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു സായാഹ്നം ഒരുക്കി തന്ന അനിൽ പുത്തഞ്ചിറയ്ക്കും റീനയ്ക്കും ഒരു ഫാമിലിക്കും ഒരു നന്ദിയോടുകൂടി ഞാനിത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ദിസ് വിൽ നോട്ട് ബി റൈറ്റ്. സോ അതോടൊപ്പം ഞാൻ അനിലിനെ ഒന്ന് വിളിക്കട്ടെ. അനിൽ പ്ലീസ്. അസ്സലാമു അലൈക്കും. റമദാൻ കരീം. അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഒന്ന് സൈലൻ്റായ ഒരു 2 മിനിറ്റ് നേരത്തേക്ക്. എൻ്റെ വീട്ടിൽ പണ്ട് മലയാള മനോരമ പേപ്പറാണ് വരുത്തിയിരുന്നത്. അന്ന് ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴത്തെ കാര്യം ഞാൻ പറയുന്നത്, അന്ന് പേപ്പർ വായിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇഫ്താർ വിരുന്ന് കൊടുത്തു, ഗവർണർ കൊടുത്തു, മുഖ്യമന്ത്രി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എനിക്കൊക്കെ എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷൻ കിട്ടുമെന്ന്. അങ്ങനെ ഒരു പക്ഷേ 3-4 ദശാബ്ദങ്ങൾ, പതിറ്റാണ്ടുകൾക്ക് ശേഷം ലാസ്റ്റ് ഇയർ എനിക്ക് ആദ്യമായിട്ടൊരു ഇഫ്താർ ഇൻവിറ്റേഷൻ കിട്ടുകയാണ്. അതിന് ഞാൻ ഇവിടെയുള്ള ഇക്കമാരോടെല്ലാം താങ്ക് യു പറയുകയാണ്. ഞാൻ അവരുടെ ഓരോരുത്തരുടെ പേരെടുത്ത് തന്നെ ഞാൻ പറയാൻ പോവുകയാണ്. 2ാമത്തെ ഇഫ്താർ കൂടിയപ്പോൾ അന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ അസ്ലമിന് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, അസ്ലമിനോട് പറഞ്ഞു അടുത്ത ഇഫ്താർ ഞങ്ങൾ കമ്മ്യൂണിറ്റി നിങ്ങൾക്കായിരിക്കും തരാൻ പോകണമെന്ന്. ഇറ്റ് വാസ് 1 ഇയർ ബാക്ക്. അത് ഇന്ന് നമ്മളിവിടെ ഫുൾഫില്ല് ചെയ്യുകയാണ്. അതേ ബർത്തിൽ ഞാൻ പറയട്ടെ, പുത്തഞ്ചിറ ഫാമിലി ഇത് ഹോസ്റ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യുന്നത് ഈ കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ പ്രൂഫാണ് മുകളിലത്തെ ആ ടേബിളിൽ നിറഞ്ഞിരിക്കുന്ന ഫുഡുകൾ. ഞാൻ അവരോട് ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ അവരോട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരരുത് എന്ന് പറയേണ്ട ഒരു അവസ്ഥ എത്തിയായിരുന്നു. കാരണം എല്ലാവരും അത്ര ഇങ്ങോട്ട് ഓഫർ ചെയ്യുമായിരുന്നു. നൗ നമ്മളുടെ സിനിമ സ്റ്റൈലിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇഫ്താർ നടത്തിയില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പതിവ് പോലെ ഈ റമദാനും നടന്നു. പക്ഷേ നമ്മളൊരു ഇഫ്താർ നടത്തിയിട്ട് ഒരു ക്രിസ്ത്യൻ വിശ്വാസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹിന്ദുമത വിശ്വാസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അവിശ്വാസി ആയിക്കോട്ടെ, നമ്മൾ മുസ്ലിം സൂര്യോദയം തൊട്ട് സൂര്യാസ്തമയം വരെ ഉപവസിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് നമ്മളൊരു വിരുന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ചരിത്രമായിരിക്കും. മലയാളികളുടെ ബുക്കിൽ, അമേരിക്കൻ മലയാളികളുടെ ബുക്കിൽ എഴുതപ്പെടുന്ന ചരിത്രം വരുന്ന അടുത്ത കൊല്ലം വേറെ ആർക്കെങ്കിലും ഇഫ്താർ ചെയ്യാൻ ധൈര്യം കൊടുക്കുന്ന ചരിത്രം. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ കൊല്ലം നമ്മളാണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇപ്പോൾ ന്യൂജേഴ്സിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പോകുന്നതടക്കം 5-6 ഓർത്തഡോക്സ് ദേവാലയങ്ങളുണ്ട്, 2-3 കാത്തലിക്സ് ദേവാലയങ്ങളുണ്ട്, മർത്തോമ പള്ളികളുണ്ട്, 2-3 അമ്പലങ്ങളുണ്ട്, 3-4 മോസ്കുകളുണ്ട്, ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൺ. നമ്മൾ 10,000 മലയാളികളുണ്ടെന്ന് വിചാരിക്കും. ആ 10,000 മലയാളികളിൽ നിന്ന് നിങ്ങൾ ഇവിടെ 100 ആൾ അല്ലെങ്കിൽ 125 ആൾ 150 ആളുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സേയിങ് ദാറ്റ് വി ഹാവ് സംതിങ്. ഞങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫാണത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഖുറാനെ പറ്റി പറയാൻ ആധികാരികമായിട്ട് പറയാനുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. എന്നിരുന്നാൽ പോലും ഖുറാനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് സക്കാത്ത്. സക്കാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വിശുദ്ധ ഖുറാനിൽ പറഞ്ഞത് സക്കാത്ത് എന്ന് പറയുന്നത് ദാനം വെറുതെ കിട്ടുന്നു എന്നുള്ളത്. ഖുറാനിൽ അതിനെ വിവരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഒരു ധനികൻ ദരിദ്രന് കൊടുക്കുന്ന ദാനമല്ല, അതേസമയം സമ്പന്നൻ്റെ സ്വത്തിൽ പാവപ്പെട്ടവനുള്ള അവകാശമാണ് സക്കാത്ത് എന്നാണ് പറയുന്നത്. അത് ഒരു കണക്കിന് ആലോചിച്ച് നോക്കി ശരിയാണ്. നമ്മൾ ഒരാൾക്ക് പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മളൊരു ശത്രുക്കളെ ഉണ്ടാക്കുകയാണ് ഇൻ റിയാലിറ്റി. അതേസമയം പൈസ ദാനം ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സഹോദരി ബന്ധമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ സഹോദരി ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ക്രിസ്തുമതം സ്നേഹമാണ്, ഹിന്ദുമതം സമാധാനമാണ്, ഇസ്ലാം മതം സാഹോദര്യമാണ്. സോ ശരിക്കും നമ്മൾ ആ സക്കാത്ത് കൊടുക്കുന്നതിൽ കൂടെ ഒരു സഹോദര സ്നേഹമാണ് അവിടെ ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളുടെ ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരന്മാർ ഇഫ്താർ നോക്കുന്ന ഈ സമയത്ത്, റമദാൻ്റെ ഈ സമയത്ത് ദൈവത്തിൻ്റെ എല്ലാ കരുണയും പ്രാർത്ഥനയും അവരുടെ മേൽ വർഷിക്കട്ടെ. അവർക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ നന്മകൾ നിങ്ങളെല്ലാവരും പടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അനിൽ. ആദ്യം അനിൽ എന്നെ വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു, നമ്മളിൽ പലരും ഈ ഇഫ്താർ പാർട്ടിക്ക് പോയി ചെന്ന് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കലും അവിടെ എല്ലാവരും ഒപ്പം ഭയങ്കരമായിട്ട് കൂടി ഒത്തൊരുമിച്ച് ആ ഒരു ബ്ലെസ്ഡ് ഈവനിങ് കഴിഞ്ഞ കൊല്ലം എല്ലാവരുടെ കൂടിയും സെലിബ്രേറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ ഇത്രയും ആളുകൾക്കിടയ്ക്ക് അനിലിന് മാത്രം ഇങ്ങനെ ഒരു തോന്നിയത് അത് ഈശ്വര കടാക്ഷം തന്നെയായിരുന്നു. അതുകൊണ്ടല്ലേ നമുക്കെല്ലാവർക്കും ഈ ഒരു ഭാഗമാവാൻ സാധിച്ചത്. സോ ആ ഒരു നല്ല മനസ്സിന്
ഈ ഒരു കയ്യടി പോരാ, എനിക്ക് തോന്നുന്നു വി ഹാവ് ടു ഗിവ് ഹിം ബിഗർ റൗണ്ട് ഓഫ് അപ്ലോസ്. എന്നെ തല്ലിക്കൊല്ലരുത് അനിൽ. ഇനി ഫോർ ഖുറാൻ റെസിറ്റേഷൻ I would like to invite Ishaq Shabir. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അടുത്തതായിട്ട് നമ്മൾ എല്ലാവർക്കും പരിചയമായിട്ടുള്ള നമ്മുടെ സമിതിക്ക് തന്നെയാണ് ക്ഷണിക്കാൻ പോകുന്നത്. നമ്മുടെ ഇക്ക ഒരു റിസർച്ച് സയൻറ്റിസ്റ്റ് ആണെന്നുള്ള കാര്യം ഞാൻ ഇന്ന് അറിഞ്ഞത്. ഇത്രയും കാലം ഒരു കമ്മ്യൂണിറ്റി ലീഡറാണ്, ഒരുപാട് പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള ആളാണ്, ഒരുപാട് പരിചയമുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ ഞാൻ ഇന്നാണ് ചോദിച്ചത് ഇക്ക ആക്ച്വൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു എന്ന്, റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിരുന്നു എന്ന് അറിഞ്ഞത് ഇന്നായിരുന്നു എന്നുള്ളത്. ആൻഡ് ഇക്ക ഈസ് എ co-founder ഓഫ് MMNJ നന്മ ആൻഡ് നന്മേൻ്റെ ഫൗണ്ടിങ് ചെയർമാനും കൂടിയാണ്. ലെറ്റ്സ് വെൽക്കം സമദിക്ക ഫോർ an iftar message. താങ്ക് യു സ്വപ്ന. അസ്സാം വലൈക്കും, നമസ്കാരം, ഗുഡ് ഈവനിങ് എവരി വൺ. എനിക്ക് നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഇത് നമ്മുടെ മലയാളി സമൂഹത്തിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയും ഡിഫറെൻ്റായിട്ട്. അതും എനിക്ക് തോന്നുന്നത് ഈ ന്യൂജേഴ്സിയിൽ മാത്രമേ പറ്റുള്ളൂ. അതിന് കാരണം പറയുന്നത്, ഇത്രയും ഒരു ലാർജ് സ്കെയിലിൽ എല്ലാ കമ്മ്യൂണിറ്റിയും ഒരു വീട്ടിലേക്ക് വിളിച്ച് അനിൽ അടുത്ത തീരുമാനമുണ്ടല്ലോ, ഇതൊരു പക്ഷേ US-ലെ എല്ലാ മലയാളി കമ്മ്യൂണിറ്റിക്കും ഒരു മാതൃകയായിരിക്കും, പുതിയൊരു തുടക്കമായിരിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. നമ്മൾ എല്ലാവരും മലയാളി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു അഭിമാനമുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു വിജയിച്ചവരാണെന്നുള്ളൊരു അഹങ്കാരം ചെറുതായിട്ടുണ്ട് നമുക്ക്. അതിൻ്റെ ഒരു പ്രധാന ഘടകം ഇത് തന്നെയാണ്. നമ്മൾക്ക് എല്ലാറ്റിലുപരി എന്ത് വ്യത്യസ്ത ഫെയ്ത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയ വീക്ഷണങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ വന്നാലും നമ്മൾ ഒന്നായിരിക്കും. അത് പല ഘട്ടങ്ങളിലും നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ സ്വപ്ന നേരത്തെ സൂചിച്ച പോലെ എൻ്റെ അടുത്ത് അനിൽ സൂചിപ്പിച്ചത് അനിലിൻ്റെയും പുത്തഞ്ചിറ ഫാമിലിയെക്കുറിച്ചും ഒന്നും പറയരുതെന്ന്. ഞാൻ ആ വാക്ക് പാലിക്കുന്നതിനൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആലോചിക്കുകയാണ്. അനിൽ എൻ്റെ അടുത്ത് സ്വകാര്യ സംഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു, അനിലിവിടെ നടന്നു വന്ന വഴികളിൽ ഒരുപാട് ദൈവ സാന്നിധ്യം അനിൽ കണ്ടെന്ന്. ആ ഉയർച്ചയിലെല്ലാം അത് പല മനുഷ്യരുടെ രൂപത്തിലായിരുന്നു. അപ്പോൾ അതെല്ലാം വിജയത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളായിട്ട് അനിൽ ഇന്നും മാതൃകയായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഇന്ന് നമ്മളിവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഒരു ഇഫ്താർ മെസ്സേജ് അനിലിവിടെ അതിനൊരു മാതൃകയാവുകയാണ്. അനിലിലെ നന്മയും ആ ദൈവ സാന്നിധ്യം ഇവിടെ നമ്മൾക്കിന്ന് പ്രസൻറ്റ് ചെയ്യാണ് അനിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ആവണം. നമ്മളുടെ മതം, രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഇതെല്ലാം മനസ്സിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവസാനം മനുഷ്യരാണ്, മലയാളികളാണ്, നമ്മൾ സ്നേഹിക്കപ്പെടേണ്ടവരാണ്, സ്നേഹിക്കേണ്ടവരാണ്. നമ്മൾ ആ സ്നേഹത്തിൻ്റെ കറൻസി വെച്ച് നമുക്ക് വിജയിക്കാം. അതിൽ നമ്മൾക്കെല്ലാം ബില്യനേഴ്സ് ആവാം. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സാം വലൈക്കും. വളരെ വളരെ അവിസ്മരണീയമായ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയിട്ടാണ് ഇന്ന് വൈകുന്നേരം ന്യൂജേഴ്സിയിൽ നമ്മുടെ പുത്തഞ്ചിറ ഫാമിലിയിൽ നമ്മളെല്ലാവരോടും ഒത്തുകൂടിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, റംസാൻ വ്രതം എന്ന് പറഞ്ഞാൽ 30 ദിവസം മനസ്സും ശരീരവും ശുദ്ധമാക്കി കാലത്ത് മുതൽ വൈകുന്നേരം വരെ നല്ല മനസ്സും ഭക്ഷണങ്ങളൊക്കെ
ഉപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥന നിർഭരായിരിക്കുന്ന മുഹൂർത്തത്തിൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 19 കൊല്ലമായി ധാരാളം ഇഫ്താർ മീറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ അനിൽ പറഞ്ഞ പോലെ പല മുഖ്യമന്ത്രിമാരുടെ ഇഫ്താർ വിരുന്നും പ്രതിപക്ഷ നേതാക്കളുടെ ഇഫ്താർ വിരുന്നുകളും, അമ്പലങ്ങളിൽ പോയിട്ട് ഇഫ്താർ വിരുന്ന്, ചർച്ചുകളിൽ ഇഫ്താർ വിരുന്ന് കൂടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ പ്രഭാകരേട്ടൻ്റെ 38ാമത്തെ ഇഫ്താർ വിരുന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ചെയ്ത് മുന്നപ്പുറ അലി തങ്ങൾ കൂടി പങ്കെടുത്ത് നടന്നു. അങ്ങനെ പല പരിപാടിയിൽ പങ്കെടുത്തതിൽ കൂട്ടത്തിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത സുന്ദരമായ മുഹൂർത്തമാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ഈ പുത്തൻചിറ ഫാമിലിയിൽ നമ്മളെല്ലാവരും കൂടി ഇവിടെ കൂടുന്ന ഈ ഇഫ്താർ വിരുന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു ചരിത്ര രേഖയാണ്. ഇതിന് അനിൽ നേരത്തെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ മുക്തകണ്ഠ പ്രശംസിക്കുന്നു, അദ്ദേഹത്തിന് കുടുംബത്തിന് പ്രശംസിക്കുന്നു, ശരിയല്ല. എന്തായാലും ഇതിന് മുൻകൈ എടുത്ത് വന്ന അനിലിനോടും ഇവിടെ വന്ന എല്ലാ സഹോദരന്മാരോടും ഇതിൻ്റെ സ്നേഹപ്രകടനം എല്ലാ കമ്മിറ്റിക്കും വേണ്ടിയിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. Assalamu alaikum and good evening to all. It's a great honor to be here with you and a beautiful iftar. Ramadan is a month of fasting, reflection and kindness. Kerala has always been a place where people of different religion live together peacefully, sharing festivals, joys, and even challenges. Tonight, in the same spirit, we are not just sharing an iftar meal, but also strengthening our bonds of friendship and understanding. I sincerely thank Anil, Reena, and all of you for making this gathering so successful. Ramadan Mubarak. എല്ലാവർക്കും നമസ്കാരം. ഇഫ്താർ ഇന്നെന്നല്ല, എല്ലാ കാലത്തും മുസ്ലിം സഹോദരങ്ങളുടെ മാത്രമുള്ളതുമല്ല, എല്ലാവരും സ്നേഹത്തോടെ പങ്കിടുന്ന ഒരു വിരുന്നാണ് ഇഫ്താർ. വലിയൊരു സന്ദേശം തന്നെ ഈ ഇഫ്താർ വിരുന്നിലുണ്ട്. ഭക്ഷണത്തേക്കാൾ വലിയ സ്നേഹപ്രകടനം വേറെ ഒന്നുമില്ല. അമ്മ തരുന്ന ഭക്ഷണം മുതൽ എല്ലാ സ്നേഹത്തിലും എല്ലാ ഒത്തുചേരലിലും ഭക്ഷണത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇഫ്താർ നൽകുന്ന സ്നേഹ സന്ദേശം നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാം. ഇന്ന് രാത്രി ഇഫ്താറിനായി ഒത്തുകൂടുമ്പോൾ പരസ്പരം സ്നേഹം, കാരുണ്യം, ഉദാരത എന്നിവ നൽകിക്കൊണ്ട് നമുക്ക് റമദാൻ്റെ ചൈതന്യം പകരാം. May this Ramadan bring us closer together as a family and community. അള്ളാഹുവിൽ നിന്നുള്ള നന്ദിയും അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു സമൂഹം എന്ന നിലയിൽ ഈ പങ്കിട്ട ഭക്ഷണം നമ്മളെ കൂടുതൽ അടുപ്പിക്കട്ടെ. താങ്ക് യു അനിൽ ആൻഡ് റീന ഫോർ ബ്രിങ്ങിങ് ഓൾ ഓഫ് us ടുഗെദർ. നമുക്ക് എല്ലാവർക്കും നല്ലൊരു റമദാൻ മാസം ആശംസിക്കുന്നു. റമദാൻ മുബാരക്. മനോഹരമായ മഹനീയമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അനിലിൻ്റെ വീട്ടിൽ വന്നപ്പോൾ, അനിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇവിടെ ഒരു ഔപചാരികതയുടെ ആവശ്യമില്ല, കാരണം ഇത് നമ്മുടെ സ്വന്തം കുടുംബം, വേറെ ആരും തന്നെ ഇല്ല. എന്നും നമ്മൾ കാണുന്നവർ. തീർച്ചയായിട്ടും ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. ഒരു വാക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഒരു വാക്കല്ല, 2 വാക്ക്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഹിന്ദുക്കൾ ഡിസംബർ മാസത്തിൽ നോയമ്പ് നോക്കുന്നു. ശബരിമലയ്ക്ക് പോകാനായിട്ട് 41 ദിവസം അവർ നോയമ്പ് നോക്കുന്നു. ക്രിസ്ത്യാനികൾ വലിയ നോയമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം
നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവർ ആത്മീയമായ ശാരീരികമായ ആ പരിശുദ്ധിക്ക് വേണ്ടി അവരും 29 ദിവസം അല്ലെ 30 ദിവസത്തെ നോയമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു നിമിഷം മാത്രം നിങ്ങളെ ഞാൻ കേരളത്തിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ്. കേരളത്തിൽ ഈയിടെ ഒരു വലിയ മനോരോഗ വിദഗ്ധൻ പറഞ്ഞതാണ്, 2035 ആകുമ്പോൾ കേരളത്തിലെ പ്രമേഹ രോഗികളെക്കാൾ കൂടുതൽ, ക്യാൻസർ രോഗികളെക്കാൾ കൂടുതൽ വിഷാദ രോഗികളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്, ഡിപ്രഷൻ. നിങ്ങൾക്ക് എല്ലാവരും അറിയാം നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ 3 സംഭവങ്ങൾ. ഒരു കുട്ടിയോട് അപ്പം പറഞ്ഞു, മോനെ ഫോണ് മാറ്റി വെച്ചിട്ട് നീ പഠിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ ആ മോന് ഫോണ് കൈ പിടിച്ചിരിക്കുന്നു. അവനോട് ശകാരിച്ച് ഫോൺ എടുത്തപ്പോൾ അവൻ മേളിൽ പോയി ആത്മഹത്യ ചെയ്തു. ഷൈനി എന്നും പറഞ്ഞ് നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മുടെ ഏറ്റുമാനൂർ 2 മക്കളും ട്രെയിനിൻ്റെ മുന്നിലേക്ക് നടന്നു പോവുകയാണ്. വിഷാദരോഗം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇതാ തിരുവനന്തപുരത്ത് വെഞ്ഞാറമ്മൂട്ടിൽ അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, തനിക്ക് ജന്മം നൽകിയ, തന്നെ 10 മാസം വയറ്റിലിട്ട, തൻ്റെ കൈകൾ വളരുന്നുണ്ടോ കാലുകൾ വളരുന്നുണ്ടോ എന്ന് നോക്കി പരിപാലിച്ച ആ സ്വന്തം അമ്മയെ ചുറ്റിക്കൊണ്ട് കൊല്ലുന്നു, ഉമ്മമ്മയെ കൊല്ലുന്നു, ഉപ്പപ്പായെ കൊല്ലുന്നു, ഇളയ സഹോദരനെ കൊല്ലുന്നു. ഇങ്ങനെ നമ്മുടെ കേരളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലഹരിയിലൂടെ, പണത്തിന് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി. ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു ഒറ്റമൂല്യം മരുന്നെന്ന് പറയുന്നത് മതങ്ങൾ മാത്രമേ ഉള്ളൂ, മതസൗഹാർദ്ദം മാത്രമേ ഉള്ളൂ. നമ്മൾ വൈകാരികമായ ദൗർബല്യങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, ക്രിസ്തുമതവും ഹിന്ദുമതവും മുസ്ലിമും പഠിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്, സമാധാനം. മനുഷ്യർ സമാധാനമായിട്ട് ജീവിക്കുക, പരസ്പരം സ്നേഹത്തോടു കൂടി ജീവിക്കുക. ഹിന്ദുമതം തരുന്ന നമുക്ക് മന്ത്രം എന്താണ്? ഓം ശാന്തി. ക്രിസ്തുമതം തരുന്ന എന്താണ്? ഭൂമിയിൽ സമാധാനമുള്ളവർ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനമാണ്. അതുകൊണ്ട് ന്യൂജേഴ്സിയിലെ എല്ലാ മലയാളികളും ഒത്തൊരുമിച്ച് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു തുടക്കമാകട്ടെ. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഇന്നൊരുക്കുന്ന ഈ ഇഫ്താർ വിരുന്ന് ഇത് ലോകമെമ്പാടുമുള്ളൊരു മാതൃകയായി മാറട്ടെ. എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് ജീവിതം പോകട്ടെ, പരസ്പരം പങ്കുവയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. എൻ്റെ വീടിൻ്റെ അടുത്തെല്ലാവരും മുസ്ലിം ഫാമിലികളാണ്. ഞങ്ങൾ വൈകുന്നേരം ആവാൻ നോക്കിയിരിക്കും ഇഫ്താർ ചടങ്ങിൽ പോകാനായിട്ട്. അത് കഴിഞ്ഞ് ഇന്ന് ആദ്യമായിട്ടാണ്, കഴിഞ്ഞ 2 വർഷം ഞാൻ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, എങ്കിലും ഇന്ന് ആദ്യമായിട്ട് അനിലിൻ്റെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നേതാക്കന്മാരെ എല്ലാം വിളിച്ച് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തിയതിൽ എല്ലാവർക്കും അഭിമാനം കൊള്ളാവുന്ന ഒരു സംഗതിയാണ്. ഇത് എല്ലാ സ്ഥലത്തും നടക്കട്ടെ നല്ല രീതിയിൽ. അതുപോലെ ന്യൂയോർക്കിൽ എൻ്റെ അടുത്ത് തന്നെയാണ് ഒരു മോസ്കുണ്ട്. അവിടെ ആ മോസ്കിൽ എന്നെ വിളിക്കാറുണ്ട്. പാകിസ്ഥാനികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ മലയാളികളൊക്കെ മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്. ഇത് എല്ലാ ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മതസൗഹാർദ്ദത്തിനൊക്കെ വേണ്ടി ഉള്ള സംഗതികളാണ്. ഇത് നല്ല രീതിയിൽ നടക്കട്ടെ. അതുപോലെ തന്നെ അബുദാബിയിൽ നടക്കാനുള്ള, ഇന്നലെ എന്നെ വിളിച്ചു, അവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇന്നലെ ഇത് നടന്നത്. അതൊക്കെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു സൗഹാർദ്ദത്തിൽ കൂടെ നമ്മളെല്ലാവരും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ സൗഹൃദത്തിൽ ഇന്ന് അനിൽ ഒരുക്കിയ ഈ ഇതിൽ വിരുന്നിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇത് ആശംസകൾ നേരുന്നു. താങ്ക് യു. അടുത്തതായിട്ട് ഞാൻ മിസ്റ്റർ സജിമോൻ ആൻ്റണിയാണ് ക്ഷണിക്കുന്നത്. ഹീസ് ആർ കറണ്ട് ഫൊക്കാന പ്രസിഡൻറ്റ് and past Manch president, and he's an active TV panelist as well. Sajimon. അസ്സലാമു അലൈക്കും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഈശ്വരൻ ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയല്ല, മുസ്ലിം അല്ല എന്നുള്ള വളരെ അർത്ഥവത്താണ്. ഞാനൊരു പാട്ടുകാരനല്ല, സിജൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, സിജൻ പാടുന്നില്ല. ഓക്കെ, അതാണ് കേരളം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം. അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരുമിച്ച് സൗഹാർദ്ദപരമായി
കഴിഞ്ഞിരുന്ന ഒരു കാലം, കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം, അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ നമ്മൾ കാണുന്നത് തന്നെ. ശ്രീ അനിൽ പുത്തഞ്ചേരിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ നടക്കുന്ന ഇഫ്താർ പാർട്ടിയും ഉത്തമ ഉദാഹരണമാണ്. ഇതിനകത്ത് മത ജാതി ഭേദമന്യേ, സംഘടനാ ഭേദമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റമദാൻ എന്ന് പറയുമ്പം ഖുർആൻ്റെ പരിശുദ്ധ ഖുർആൻ്റെ വായിക്കുന്നതും അതോടൊപ്പം പ്രാർത്ഥിക്കുന്നതും അതോടൊപ്പം തന്നെ ഉപവസിക്കുന്നതും, ഈ 3 കാര്യങ്ങളിൽ ഈ ഒരു മാസം എംഫസൈസ് ചെയ്യുന്നതാണ്. അപ്പം അതോടൊപ്പം നമുക്കും ചേരാം. എനിക്ക് ഒരു കാര്യം ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോൾ റിഫ്ലക്റ്റായ ഒരു കാര്യമുണ്ട്. ഈ 3 മതവും തമ്മിൽ എന്തോ ഒരു കണക്ഷനുണ്ട്. കാരണം ഈ ഹിന്ദു മതത്തിലുള്ള ശബരിമല പോലുള്ള ഉപവാസങ്ങളും ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ 40 നോയമ്പ് അല്ല 50 നോയമ്പ്, അതും ഈ പറഞ്ഞ റംദാനും എല്ലാം സംഭവം തയ്യപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു മതപണ്ഡിതനൊന്നുമല്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ ഒരു അവസരത്തിന് ഒത്തിരിയധികം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാ സഹോദരങ്ങൾക്കും റംദാൻ്റെ ആശംസകൾ. താങ്ക് യു സജിമോൻ. അടുത്തതായിട്ട് ഞാൻ മിസ്റ്റർ സുനിൽ ട്രൈസ്റ്റാറിനെ ക്ഷണിക്കണു. ഹി ഈസ് ദ കറന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് ഹി ഈസ് ദി MD ഓഫ് മലയാളി ആൻഡ് പ്രവാസി ചാനൽ ആസ് വെൽ. അനിലിൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞു, എന്നാലും അനിലിൻ്റെയും റീനയുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് വൈകുന്നേരം ഈ പ്രത്യേക ഇഫ്താർ വിരുന്നിൽ നിങ്ങളെല്ലാവരോടും ഒപ്പം ഒത്തുകൂടാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ധ്യാനത്തിൻ്റെയും കൃതജ്ഞതയുടെയും ഒരുമയുടെയും സമയം. റമദാൻ ഒരു ഉപവാസത്തിൻ്റെ ഒരു മാസം മാത്രമല്ല, ആത്മീയ നവീകരണത്തിൻ്റെയും സ്വയം അച്ചടക്കത്തിൻ്റെയും സഹായം ആവശ്യമുള്ളവരോടുള്ള അനുകമ്പയുടെയും സമയമാണ്. നമ്മുടെ പങ്കിട്ട മാനവികതയും നമ്മെ ബന്ധിപ്പിക്കുന്ന മൂല്യങ്ങളെയും വിശ്വാസം, ഔദാര്യം, ഐക്യം എന്നിവയെക്കുറിച്ചും ഇത് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഒരുമിച്ച് നോമ്പ് തുറക്കുമ്പോൾ തെറ്റിദ്ധാരണയുടെ തടസ്സങ്ങൾ തകർക്കാം, സൗഹൃദ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താം, ദയയ്ക്കും സേവനത്തിനുമുള്ള നമ്മുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കാം. ഇന്ന് രാത്രി നമ്മൾ ഒരു ഭക്ഷണം പങ്കിടുക മാത്രമല്ല, ഈ മതിലുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന ഒരു സമൂഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബോധം വളർത്തിയെടുക്കുകയാണ്. ഈ റമദാൻ എല്ലാവർക്കും സമാധാനവും അനുഗ്രഹങ്ങളും പൂർത്തീകരണവും നൽകട്ടെ. ഇവിടെ ഉണ്ടായിരുന്നതിന് നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും സ്വീകരിക്കപ്പെടട്ടെ. റമദാൻ മുബാറക്ക്. ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച ഏറ്റവും അടുത്ത സുഹൃത്ത് ജലാലുദ്ദീൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റേതായുള്ളൊരു മതവിശ്വാസത്തിൽ അടിച്ചുറച്ച് വിശ്വസിച്ചിട്ടില്ല. പകരം എല്ലാ മതങ്ങളും ഒരേപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെയും മലയാളി കൂടാതെ പ്രവാസി ചാനൽ എല്ലാവിധമായ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു സുനിൽ. അടുത്തതായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് ഫോമ ജനറൽ സെക്രട്ടറിയും നമ്മളുടെ എല്ലാവരെയും ഇവിടെ മിസ്റ്റർ പോപ്പുലർ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിൽ ഭയങ്കര പോപ്പുലറായ ഒരു കമ്മ്യൂണിറ്റി ലീഡർ ഉണ്ട്, നമ്മുടെ സ്വന്തം ബൈജു വർഗീസ്. കാഞ്ചിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു കഴിഞ്ഞ കൊല്ലം. ക്യാൻ ഐ പ്ലീസ് ഹാവ് യു? എല്ലാവർക്കും നമസ്കാരം. റംസാൻ്റെ ആശംസകൾ. ഞാനും നമ്മളെ അരുൺ കോവാട്ടും ഞങ്ങളൊക്കെ ജനിച്ചു നടന്ന നാട് ഒരു മുസ്ലിം മെജോറിറ്റി ഉള്ളൊരു നാട്ടിലാണ് ഞങ്ങൾ വളർന്നത്. കോതമംഗലത്തിനടുത്താണ്. എൻ്റെ നാട്ടിലെ സുഹൃത്തുക്കളിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലെ 5 പേര് പറഞ്ഞാൽ അതിനകത്തൊരു 3 പേര് മുസ്ലിം സുഹൃത്തുക്കളാണ്. പണ്ട് ഞങ്ങളുടെ നാട്ടിൻപുറത്ത് അന്ന് കേരളത്തിന് ഇതേപോലെ സമ്പന്നതയൊന്നും ഇല്ലാത്ത ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് തനി നാട്ടിൻപുറത്ത് എന്തെങ്കിലും പത്തിരി ഉണ്ടാവും, അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാവും. പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ് തന്നെ ഒരു മൂവാണ്ടൻ മാങ്ങയോ അല്ലെങ്കിൽ ഒരു പപ്പായയൊക്കെ വെച്ച് സ്നേഹപൂർവ്വം വിളമ്പി കഴിച്ചിരുന്ന ഇഫ്താറിൻ്റെ ഓർമ്മകൾ. അതിനുശേഷം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ട് 2 വർഷം മുമ്പ് NMMJയുടെ നേതൃത്വത്തിൽ ന്യൂജേഴ്സിയിൽ നടന്നു. അത് 2 പ്രാവശ്യം. ഈ പ്രാവശ്യം
എന്നാണ് ഇഫ്താർ എന്ന് ഞാനിപ്പോൾ അസ്ലമിനോടോ ഖുർഷിദിനോടോ അനിഫിക്കോടൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു മൗനമായിരുന്നു. എന്നാണ് പറയാം, ഡേറ്റ് എല്ലാം സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഫൈനലി ഇന്ന് ആ ദിവസമാണ്. എല്ലാവരെയും ഒരുമിച്ച് ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക്, പ്രത്യേകിച്ച് ന്യൂജേഴ്സി മലയാളികൾക്ക് എല്ലാ ഇഫ്താർ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു ബൈജു. സമയം ഇല്ലാത്തതുകൊണ്ടും ഇപ്പം ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാനുള്ള സമയം അടുത്തതുകൊണ്ടും എനിക്കിപ്പം അനിലിനെയും റീനേനെയും ഒന്ന് ക്ഷണിക്കണം. ഇത് സമ്മതിക്കേണ്ട റിക്വസ്റ്റാണ്. അതുകൊണ്ട് അനിൽ ആൻഡ് റീന, പ്ലീസ് കം ഓവർ ആൻഡ് ലെറ്റ് മീ ഹാൻഡ് ഓവർ ദ മൈക്ക് ടു സമതിക്ക. ഒരു സെക്കൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ ഇക്കമാരെ പറ്റി പറയുന്നു പറഞ്ഞു. ഞാൻ ഒരു 30 സെക്കൻഡോടെ എടുക്കുകയാണ്. UA നസീറിക്ക, അദ്ദേഹം ഇപ്പം നാട്ടിൽ നിന്ന് 3 മാസത്തെ കോട്ടക്കലിൽ പോയി ചികിത്സകൾ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് വന്നേക്കുകയാണ്. എന്നിട്ടും ആ മനുഷ്യനെ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അനിൽ അവിടെ വരുന്നത് എൻ്റെ ഒരു പ്രിവിലേജാണ്, ഐ വാണ്ട് ടു കം എന്ന്. ഞങ്ങൾ ബോട്ടം ഓഫ് ദ ഹാർട്ട് നിങ്ങളോട് താങ്ക് യു പറയുകയാണ് UA നസീറിക്ക. താങ്ക് യു. സമ്മതിക്ക, നമ്മളിത് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട്, റീന പ്ലീസ്, പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് ഓരോ ദിവസവും മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ സമതിക്കയെ വിളിച്ചിട്ടുണ്ട്. ഈവൻ പ്രോഗ്രാം ചാർട്ട് ഫൈനലൈസ് ചെയ്യുന്നത് പോലും സമതിക്കയോട് ചോദിച്ച് ഇന്ന ടൈം 1 സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ സമതിക്കയോട് ചോദിച്ചിട്ടാണ് ചെയ്തത്. സമതിക്ക ഈ ഗൈഡൻസിനെല്ലാം താങ്ക് യു. അടുത്തതായിട്ട് ഒരു ഇക്കയോട് പറ്റി പറയാനുണ്ട്. അത് സ്വപ്നം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് സക്കാത്ത് തന്നതാണ് ഈ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്ന്ന്. അപ്പോൾ അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സമതിക്ക. താങ്ക് യു അനിൽ. ഞാനധികം സമയം എടുക്കുന്നില്ല, നമുക്ക് സമയത്തിനുണ്ട്. ഐ ഇൻവൈറ്റ് ഓൾ സിസ്റ്റേഴ്സ് ടു ദ ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റേജ്. പ്ലീസ് കം ഓവർ. ഇത് ഞങ്ങളുടെ എല്ലാം മനസ്സാണ്. ഞങ്ങൾക്ക് ഇവിടെ പറയാൻ പാടില്ലാത്തതുകൊണ്ട് അനിലത് പറയാത്തതുകൊണ്ട് ഞങ്ങൾ എഴുതി നൽകുകയാണ്. Heartfelt thank you to Anil Puthanchira, Reena, Anil and family for hosting a beautiful Ramadan iftar and bringing the USA Malayali community together. Your generosity and warm hospitality on March 9th, 2025 was truly inspiring. We deeply appreciate your kindness in welcoming us into your home and hearts. Thank you. ഇത് കുറച്ച് നേരം കൂടി കഴിഞ്ഞ് തരാനായിരുന്നു. ഞാനായിരുന്നു കുറച്ച് നേരത്തെ ആയിക്കോട്ടെ എന്ന്, എല്ലാവരും ഇവിടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ പിന്നെ സ്പ്ലിറ്റായി പോകുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയി, എത്രയേ ഉള്ളൂ. പക്ഷേ ഇക്ക ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഈ കയ്യടി പോരാട്ടോ പ്ലീസ്. ഫാസ്റ്റിംഗിലാണെന്നറിയാം, പക്ഷെ എന്നാലും. رمضان كريم شهر الخير نفحات تضيء المنازل الأنفاس تبدو مختلفة والقلوب في حب تسائل السحر يحتوي أسرار خير الليالي والأوقات نجتمع في حبه وحدي. الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الفلاح حي على الفلاح حي على الصلاة حي على الصلاة الله أكبر الله أكبر لا إله إلا الله. كل الليل نسجد معا نبتهل للدعاء في وسط
الكلام أيهما يراك يضيء القلوب بحسناتك تزدهي الحياة نتيح الطرق لأهل الجنوب في رمضان نتبسم للدعاء رمضان يدخل كل سنة ترق المساء وتنيري وجوهنا يا رب أجعلنا من التوابين واكتبنا في ديار المحبين. يا طيبة يا طيبة يا داوى العيانة اشتقنا لك والهوى نادانا والهوى نادانا يا طيبة يا طيبة يا داوى العيانة اشتقنا لك والهوى نادانا والهوى نادانا لما صار المركب نساني صاروا الدمع ما جفاني أخذوا قلبي مع جناني يا طيبة يتيم الولهانا يتيم الولهانا يا طيبة يا طيبة يا داوى العيانة اشتقنا لك والهوى نادانا والهوى نادانا
القرآن يا طيبة يا طيبة يا داوى العيان. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക
മക്ക മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന. അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരല്ല. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കുലികൾ? ഖുറാന്റെ കുളിരിടും വാക്യങ്ങളെന്നുടെ കരളിലെ കറകൾ കഴുകിടുന്നു. 1000 കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിഹ പരാനുഗ്രഹങ്ങൾ എന്നെ പുണരുന്ന പൂനിലാവേ പുണ്യറസൂലിൻ തിരുവൊളിയേ അല്ലാഹുവേ നിന്നരുളൊന്നു മാത്രം തള്ളല്ലേ നീ എന്നെ തമ്പുരാനേ. 1000 കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന. അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം. സാഫല്യം നേടി തേടിയോരെല്ലാം. സാഫല്യം നേടി തേടിയോരെല്ലാം. സാഫല്യം നേടി തേടിയോരെല്ലാം. Thank you. मेरी हस्ती का सामा हो गई. रफ्ता रफ्ता वो मेरी हस्ती का सामा हो गई. पहले जा फिर जाने जाना हो गई. रफ्ता रफ्ता वो मेरी हस्ती का सामा हो गए. दिन ब दिन बढ़ती गई इस हुस्न की रानाइया. दिन ब दिन बढ़ती हुई इस हुस्न की रानाइया. पहले गुल फिर गुल बदर फिर गुल बदामा हो गए. रफ्ता रफ्ता वो मेरी हस्ती का सामा हो गए.
आप तो नजदीक से नजदीक तर आते गए, आप तो नजदीक से नजदीक तर आते हुए, पहले दिल फिर दिल रुबा फिर दिल के मेहमान हो गए, रफ्ता रफ्ता वो मेरी हस्ती का सामा हो गए। प्यार जब हद से बढ़ा, सारे तकल्लुफ मिट गए, प्यार जब हद से बढ़ा, सारे तकल्लुफ मिट गए, आपसे फिर तुम हुए फिर तू का हुनवा हो गए, रफ्ता रफ्ता वो मेरी हस्ती का सामा हो गए, पहली जा फिर जाने जा फिर जाने जाना हो गए, रफ्ता रफ्ता वो मेरी हस्ती का सामा हो गई, हस्ती का सामा हो गई, हस्ती का सामा हो गई। ഞാൻ തങ്കമരുതി, വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ്, അമേരിക്ക റീജിയൻ. ഇന്നൊരു നല്ല ദിവസമാണ് ഇഫ്താർ എന്ന ദിവസത്തിൽ തന്നെ നമ്മളെല്ലാവരും ഫ്രണ്ട്ഷിപ്പും എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു ദിവസം തന്നെയാണ്. അത് ഈ ഒരു നല്ല ദിവസത്തിൽ ദൈവം നമുക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ ഓർക്കുക, അതിൽ നമ്മൾ എല്ലാവരും എൻകറേജ് ചെയ്യുക, നമുക്കൊണ്ട് എത്രമാത്രം നമുക്ക് കമ്മ്യൂണിറ്റി കൊടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കൊടുക്കുക. എല്ലാവർക്കും ഇഫ്താർ ആശംസകൾ, അതുപോലെ വരുന്ന റംസാൻ്റെ ആശംസകൾ കൂടി. നമസ്കാരം.